സ്നേഹിച്ചിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു VS അച്യുതാനന്ദൻ. അർജുന. ബിനോയ്, ഒരു മാസത്തെ വലിയ പോരാട്ടത്തിന് ശേഷം മരണത്തോട് VS ധൈര്യപൂർവ്വം ലാൽ സലാം പറഞ്ഞിരിക്കുന്നു. ആ ലാൽ സലാം എന്ന് പറയുന്നത് മരണത്തിന് കീഴടങ്ങലല്ല, മരണം എന്ന ഭൗതികവാദ യാഥാർത്ഥ്യത്തെ ഒരു വിപ്ലവ നായകൻ എങ്ങനെയാണോ അംഗീകരിക്കേണ്ടത്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങേയറ്റം ശാസ്ത്രാധിഷ്ഠിതമായ മരണത്തെ, ഭൗതികവാദപരമായ മരണത്തെ എങ്ങനെയാണോ സ്വീകരിക്കേണ്ടത്, ആ അർത്ഥത്തിൽ മരണത്തോട് തോളോട് തോൾ ചേർന്ന് നിന്ന് ലാൽ സലാം പറഞ്ഞിരിക്കുന്നു. ഇതുവരെയും ഈ നിമിഷം വരെയും ജീവിച്ചിരുന്ന VS എന്ന രണ്ടക്ഷരം ഈ നിമിഷം മുതൽ ഓർമ്മ ആകുന്ന രണ്ടക്ഷരമായിട്ട് മാറുന്നു. ഇന്ന് വൈകിട്ട് 3:20 മുതൽ VS എന്ന് പറയുന്നത് അർത്ഥദീപ്തവും രണദീപ്തവുമായ രണ്ട് ചുവന്ന അക്ഷരങ്ങളുടെ ഓർമ്മകളായി നമ്മുടെ മുന്നിലേക്ക് ഉദിച്ചുയർന്നു നിൽക്കുന്നു. അത് ജീവിതത്തിൻ്റെ അസ്തമനമാണെങ്കിലും ഓർമ്മയിൽ, കേരള രാഷ്ട്രീയത്തിൽ, വിപ്ലവത്തിൻ്റെ ചരിത്രത്തിൽ, പോരാട്ടത്തിൻ്റെ അണയാത്ത ചരിത്രത്തിൽ അത് ഉദയം തന്നെയാവുന്നു. ഒരു വ്യക്തിയുടെ മരണം ചരിത്രത്തിൻ്റെ ഉദയമായിട്ട് മാറുന്ന അത്യപൂർവ സന്ദർഭത്തിനാണ് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും നഷ്ടപ്പെട്ട് അതോടെ 7-ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന് തുടർന്ന് ജീവിക്കാനായി തയ്യൽ തൊഴിലാളിയായ ശേഷം ആസ്പിൻവാൾ കമ്പനിയിൽ തൊഴിലാളിയായി പ്രവർത്തിച്ച് ചെറുകാലി കായൽ വരമ്പത്ത് കർഷക തൊഴിലാളികളെ വിളിച്ചു ചേർത്ത് കർഷക പ്രസ്ഥാനം രൂപീകരിച്ച് കർമ്മമണ്ഡലം വിശാലമാക്കിയ ഒരു ചെറുപ്പക്കാരൻ്റെ പിന്നീടുള്ള വളർച്ച കേരളത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും വിപ്ലവകരമായ വളർച്ചയുടെ ചരിത്രമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഈ നിമിഷം മുതൽ VS എന്ന രണ്ടക്ഷരം ഓർമ്മയിലെ രണദീപ്തമായ രണ്ടക്ഷരമായിട്ട് മാറുന്നു. 101 വയസ്സ് എന്ന് പറയുന്ന 101 എന്ന് നമ്മൾക്ക് നിരത്തി വയ്ക്കാവുന്ന ആ 3 അക്ഷരത്തിൽ 3 അക്കങ്ങളിലുള്ള ആ ഒരു നൂറ്റാണ്ടും ഒരു വർഷവും ജീവിച്ച രാഷ്ട്രീയ വ്യക്തിജീവിത അനുഭവ സമ്പത്തിന് ഈ നിമിഷം മുതൽ വിരാമമാകുന്നു. അത് രാഷ്ട്രീയ ചരിത്ര വിദ്യാർത്ഥികൾക്കും പോരാട്ടങ്ങളുടെ ചരിത്ര വിദ്യാർത്ഥികൾക്കും പാഠപുസ്തകമായി ചരിത്രത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ ഈ വേർപാടിൻ്റെ നിമിഷത്തിൽ പറയാൻ കഴിയുന്നത്. വി കൃഷ്ണപിള്ള എന്ന ഐതിഹാസികമായ വിപ്ലവ വീര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഉപദേശമനുസരിച്ച് കുട്ടനാടൻ മേഖലയിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച VS എന്ന സമരനായകൻ ഇപ്പോൾ വിട നൽകുന്നു. മൃതദേഹം രാത്രിയോടെ വീട്ടിൽ എത്തിക്കാൻ പോകുന്നു. നാളെ രാവിലെ 9 മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനമായിരിക്കും. നൂറ്റാണ്ടിൻ്റെ സമരസൂര്യൻ്റെ അസ്തമയം അത് ഒരർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ വ്യക്തിത്വത്തിൻ്റെ വിപ്ലവകരമായ ജീവിതത്തിൻ്റെ ചരിത്രപരമായ ഉദയം കൂടിയായിട്ട് മാറുന്നു. വിട VS എന്ന് നമ്മൾ പറയുന്നു, VS വിട എന്ന് നമ്മൾക്ക് തിരിച്ചും പറയാൻ കഴിയുന്നു. അത് ഒരിക്കലും ഒരു വിട പറയലല്ല, പോരാട്ടത്തെക്കുറിച്ച്, അണയാത്ത സ്വാതന്ത്ര്യ ബോധത്തെക്കുറിച്ച്, നിത്യമായ ജീവിതോന്മേഷത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം VS എന്ന വാക്ക് നമ്മുടെ ഇരുവശങ്ങളിലും ഒരുമിച്ച് നിൽക്കും എന്നുള്ളത് രാഷ്ട്രീയത്തിലെ ചരിത്രമാണ്. ഓർക്കുക, സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്ക്, അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്ന VS സർ CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം മുഴക്കി നടത്തിയ ചരിത്രപ്രസിദ്ധമായ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മുഖ്യ സംഘാടകൻ ഇപ്പോൾ ആ നൂറ്റാണ്ടിൻ്റെ സമരദീപ്തിക്ക് വിരാമമാകുന്നു. ചരിത്രത്തിൽ അതിൻ്റെ പ്രകാശം എന്നും ജ്വലിച്ചുകൊണ്ട് ഇരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പുന്നപ്രയിലും വയലാറിലും കളറക്കോട്ടും 100 കണക്കിന് മൃതദേഹങ്ങൾ ഒന്നിച്ച് മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ച സംഭവം ഇന്നും ഒരു വേദനയാണ് എന്ന് എന്നും കാണുമ്പോൾ VS പറയും. പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തെ തുടർന്ന് 1946 ഒക്ടോബർ 28-ാം തീയതി VS പോലീസിൽ പിടിയിലായ നിമിഷങ്ങൾ ഈ വേർപാടിൻ്റെ നിമിഷങ്ങളിലും ഓർമ്മയിൽ വരികയാണ്. പൂഞ്ഞാർ ലോക്കപ്പിൽ വെച്ച് അതിഭീകരമായിട്ടുള്ള മർദ്ദനമാണ് VS നേൽക്കേണ്ടി വന്നത്. മർദ്ദനത്തിനിടെ തോക്കിൻ്റെ ബയണറ്റ് കാൽവെള്ളയിൽ ആണ്ടിറങ്ങുകയുണ്ടായി. അങ്ങനെ എത്രയെങ്കിലും കൊടിയ പീഡനങ്ങളിലൂടെ
എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെയും പോലെ VS-ഉം കടന്നുപോയിരുന്നു. ഓർക്കുക, 1967 ആ 67 സർക്കാർ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം അത് നടപ്പാക്കാൻ വമ്പിച്ച പ്രക്ഷോഭം ഉയർത്തേണ്ടി വന്ന സമയങ്ങൾ. 1970-കൾ സുപ്രസിദ്ധമായ ആലപ്പുഴ പ്രഖ്യാപനത്തിലൂടെ സർക്കാർ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കാൻ വമ്പിച്ച പ്രക്ഷോഭം ഉയർത്തേണ്ടി വന്നതിന് തുടർച്ച എന്നുള്ള നിലയിൽ ആലപ്പുഴ പ്രഖ്യാപനത്തിലൂടെ ഈ നിയമം പാലിക്കാനുള്ള പോരാട്ടം പ്രഖ്യാപിക്കപ്പെടുന്നു. ആ സമരത്തിന്റെ നേതൃത്വ നിരയിൽ നിന്ന സഖാവായിരുന്നു VS അച്യുതാനന്ദൻ. 1938 തൊഴിലാളി യൂണിയൻ പ്രവർത്തനത്തിലൂടെ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായ വ്യക്തിത്വം. 1940 VS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമാവുന്നു. 64 നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന 32 അംഗങ്ങളിൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാളായിരുന്നു ഈ നിമിഷം വരെയും VS. ആ ഒരേ ഒരാൾ എന്ന വിശേഷണം ഈ നിമിഷം മുതൽ അവസാനിക്കുന്നില്ല, അത് ചരിത്രത്തിൻ്റെ തുടർച്ചയായിട്ട് മാറുകയും ചെയ്യുന്നു. നിയമസഭയിലേക്ക് അദ്ദേഹം മത്സരിച്ച് വിജയിച്ച വർഷങ്ങൾ ഓർക്കുക. 1967, 1970, 1991, 2001, 2006, 2011 ഈ വർഷങ്ങളിലൊക്കെ നിയമസഭയിലേക്ക് മത്സരിച്ച് തൻ്റെ സാന്നിധ്യം, രാഷ്ട്രീയ സാന്നിധ്യം, അത് MLA എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇതുവരെയും കേരളം ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ സാമൂഹിക, വനം, പരിസ്ഥിതി വിഷയങ്ങളിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട അവകാശ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു മുഖ്യമന്ത്രിക്ക് എങ്ങനെ ജനകീയനാവാമെന്ന് തെളിയിച്ച വ്യക്തിത്വം ഇന്ന് 3:20 തിരുവനന്തപുരത്ത് ഇല്ലാതായിരിക്കുന്നു. VS അച്യുതാനന്ദനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം എന്ന വാക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഭൗതിക ശരീരമെന്നോ ആത്മീയ ശരീരം എന്നോ ഉള്ള വ്യത്യാസങ്ങളില്ല. മരിച്ചു കഴിഞ്ഞാൽ അത് ശരീരം മാത്രമാണ്, മൃതദേഹം മാത്രമാണ്. സാധാരണഗതിയിൽ മാധ്യമങ്ങൾ പ്രധാനപ്പെട്ട വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാൽ ഭൗതിക ശരീരം നാളെ ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് കൊണ്ടുവരുമെന്ന് പറയും. VS-നെ പോലെയുള്ള ഒരു വിപ്ലവകാരിയായ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിട്ട് ഭൗതിക ശരീരം എന്ന വാക്ക് കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്നതല്ല. അതുകൊണ്ട് VS-ന്റെ ശരീരം എന്ന് തന്നെ പറയുന്നതായിരിക്കും ഉചിതം. 2006 അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു. 92 മുതൽ 96 വരെയും 2001 മുതൽ 2006 വരെയും തുടർന്നു വന്ന നിയമസഭയിലും പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു. ഓർക്കുക, VS ശ്രദ്ധേയനായ കേരളീയ വിഷയങ്ങൾ: മതികെട്ടാൻ വിവാദം, പ്ലാച്ചിമട വിവാദം, കിളിയൂർ പെൺവാണിഭ കേസ്, ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസ്, മൂന്നാറിൽ സർക്കാർ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടങ്ങിയ പ്രശ്നങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നേടിക്കൊടുത്ത വലിയ ജനശ്രദ്ധ. UDF സർക്കാരിൻ്റെ കടുത്ത അഴിമതികൾ ഒന്നൊന്നായി പുറത്തു കൊണ്ടുവരാൻ പ്രായം തളർത്താത്ത കരുത്ത് എന്നും